പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മോനൊക്കെ രാവിലെ സ്കൂളിൽ പോയി, അതൊന്നും എടുത്തില്ല. ഹസ്ബൻഡും പോയി. അത് കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ നടക്കുന്നത്. ദോശയും ചമ്മന്തിക്കറിയും ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. തട്ട് ദോശ പോലൊരു ദോശയും പിന്നെ ചുമന്ന ചമ്മന്തിക്കറിയും മുളകരച്ച്. പിന്നെ അടുക്കളയുടെ കോല ഇതൊക്കെയാണ് അവസ്ഥ. മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അടുക്കള മൊത്തം മെസ്സാണ്. പിന്നെ കടല കോരായിട്ടിട്ടുണ്ട്, രാത്രിത്തേക്കാണ്. മിക്കവാറും പൂരിയും കടലക്കറിയും ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ക്ലിയർ ആക്കണം കിച്ചൺ. അങ്ങനെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. രാവിലെ കുടിക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നിപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കണം, ഭയങ്കര ചൂടാണ്. അപ്പം ഒഴിക്കണം. നമ്മുടെ ഓസൊക്കെ ചൂടത്ത് ഉരുകിപ്പോയി. ഇനി പുതിയത് മേടിക്കണം. അതുവരെ ഇപ്പോൾ ക്യാൻറ്റീനിൽ തന്നെ ഒഴിക്കണം. അങ്ങനെ ഒരു സൈഡിലേ ഉള്ളൂ ചെടികൾ. ബൊഗെയിൻവില്ല പക്ഷെ പൂത്തോളും. പക്ഷെ ബാക്കി ചെടികളൊക്കെ നല്ലോണം കരിയും. ഇതിപ്പോൾ ഇങ്ങനെ ഇച്ചിരിയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ട്, ഇങ്ങനെയെങ്കിലും നിൽക്കുന്നു. ഇതൊരു സമ്മർ പ്ലാന്റാണ്, വിങ്ക എന്ന് പറയും. അപ്പോൾ അത് നിന്നോളും. പക്ഷേ നമ്മുടെ ടൊമാറ്റോ ചെടിയോ നമ്മളല്ലാത്ത ചെടികളെന്തെങ്കിലും വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാനിൽ ഒഴിക്കുന്ന വെള്ളം ഇതിനൊട്ടും തികയത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ആയെന്നുള്ളതേ ഉള്ളൂ. നോസ് വന്നിട്ട് വേണം നേരെ വെള്ളം ഒഴിക്കാനായിട്ട്. കാരണം അതിൻ്റെ മൂട്ടിൽ വേരിലൊക്കെ നല്ല വെള്ളം നനഞ്ഞാൽ ഇത് നിൽക്കത്തുള്ളൂ, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ഇതൊരു സമ്മർ പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നിൽക്കുമെന്ന് മാത്രം. അങ്ങനത്തെ കണ്ടോ വെള്ളം ഒഴിക്കുന്ന കാണാൻ വന്നിരിക്കുന്ന ആൾ. പിന്നെ ഇതൊക്കെ മോനിപ്പോൾ പരീക്ഷയായതുകൊണ്ട് എല്ലാം മേശപ്പുറത്ത് നിരന്ന് കിടപ്പുണ്ട്. അത് പരീക്ഷ കഴിഞ്ഞാലേ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അതിലെത്ര വെച്ചാലും കാര്യമൊന്നുമില്ല. പിന്നെ പുറത്തിരുന്ന ചെടി എടുത്ത് അകത്ത് വെച്ചു കേട്ടോ. ഇതും കരിഞ്ഞു തുടങ്ങി. മണി പ്ലാന്റാണ്. അപ്പോൾ പിന്നെ അകത്തെടുത്ത് വെച്ചു. ആ സ്റ്റാൻഡും ചെടികളും ഒക്കെ എടുത്ത്. ഇത് പുറത്തായിരുന്നത് ഫ്രണ്ടിൽ, അപ്പോൾ അതും അകത്ത് വെച്ചു. പക്ഷെ കൊതുക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ചെടികളൊക്കെ അകത്ത് വെക്കുമ്പോഴേ. അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കണം. കണ്ടോ ഇലയൊക്കെ കരിഞ്ഞ് ആകെ വൃത്തികേടായിട്ട് നിൽക്കുന്നത്. മുറിക്കണമെന്നുണ്ട്. നല്ല കരിഞ്ഞതൊക്കെ ഞാൻ മുറിച്ചു. ബാക്കിയൊക്കെ നിൽപ്പുണ്ട് ഇലകൾ ഇനി മുറിക്കാൻ. പിന്നെ ഇനി കുറച്ച് ലോണ്ട്രി തുണി കഴുകാൻ ഇടാമെന്ന് വിചാരിച്ചു. വലിയ ഷീറ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു, 2 ഷീറ്റേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പില്ലോ കവേഴ്സും. പിന്നെ ആ ജോലി അങ്ങ് തീരുമല്ലോ. രാവിലെ ആ ലോണ്ട്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിലത്തിറങ്ങാനും പറ്റില്ല. ഇട്ട ഉടനെ തന്നെ ഉണങ്ങിയും കിട്ടാം. ലോണ്ട്രി ഇത് മാത്രമല്ല കേട്ടോ, മുകളിലത്തെ നിലയിൽ ഇരിപ്പുണ്ട് ഇനിയും കഴുകാനുള്ള. അതൊക്കെ ഇനി കൊണ്ടിടണം. അങ്ങനെ ഒരിക്കലും തീരാത്ത പ്രോസസ്സാണ് ഇവിടെ ലോണ്ട്രി എന്ന് പറയുന്നത്, തുണി നനച്ച്. ഞാനിപ്പോൾ ഇത് 15 മിനിറ്റ്സേ ഇടുന്നുള്ളൂ. ഷീറ്റ് തന്നെയല്ല, വലിയ അഴുക്കൊന്നുമില്ല. അപ്പം നമ്മുടെ തുണികളൊക്കെ ആണെങ്കിൽ ഞാൻ 45 മിനിറ്റ്സോ 1 അവറിൻ്റെ ഇടും. പക്ഷേ ഇതിപ്പം ഷീറ്റ് കുഴപ്പമില്ല, വലിയ അഴുക്കില്ലാത്തതാണ്. ഞാൻ 15 മിനിറ്റ്സേ ഇടാറുള്ളൂ. പിന്നെ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എൻ്റെ ഫൗണ്ടൻ ചെറിയൊരു ഫൗണ്ടനാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജീസസിൻ്റെയും ബൈബിളൊക്കെ വെച്ചിരിക്കുന്ന അടുത്തുള്ള ഫൗണ്ടനാണ്. അപ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കിറുകിറാന്ന് വലിക്കാൻ തുടങ്ങും മോട്ടർ. അപ്പോൾ ഏതാണ്ട് അത് വലിയ തുടങ്ങി. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെള്ളം ഒഴിക്കണമെങ്കിൽ അത് നിറഞ്ഞെന്ന് വരത്തുള്ളൂ. അപ്പോൾ പിന്നെ അത് സെറ്റാവും, അത് ആക്റ്റീവായിട്ട് ഓടിക്കോളും. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചു. ഷീറ്റായിരുന്നു, അത് 2 ഷീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് വിരിച്ചു. പിന്നെ വെളിയിൽ ചൂട് തന്നെയാണ്, ഒരു രക്ഷയില്ല. പിന്നെ എന്തായാലും ഒന്ന് എനർജി കിട്ടാൻ വേണ്ടി ഞാനും ഒരു കോഫി കുടിച്ചാലെന്ന് കരുതി. കാരണം ചൂടുവെള്ളമാണല്ലോ കുടിച്ചത്. അപ്പോൾ ഒരു ആഗ്രഹം കോഫി കുടിക്കാൻ. പാല് ചേർക്കാത്ത കോഫി കേട്ടോ. അപ്പോൾ ജസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ച് കെറ്റിലിൽ ഒഴിച്ചിട്ട് അതങ്ങ് ഒഴിച്ചൊരു കട്ടൻ കാപ്പി അങ്ങനെ. അപ്പം നമുക്ക് കാപ്പി കുടിക്കുമ്പോൾ ഒരു എനർജി ആണല്ലോ. പിന്നെ നമ്മളെല്ലാം ചടപ്പടയെന്ന് ചെയ്തോളൂ. സാധാരണ കോഫിയിൽ ഞാൻ 2.5-3 സ്പൂണിൽ മേലെ ഇടും. ഇന്ന് ഞാൻ പിന്നെ കൺട്രോൾ ചെയ്ത് 2 സ്പൂൺ, ആ ടീസ്പൂൺ കഷ്ടിച്ചേ ഇട്ടുള്ളൂ. ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഇച്ചിരി കാപ്പി കൂടി കൂടുതലാണേ. പിന്നെ ഞാൻ ആക്റ്റീവായല്ലോ. പിന്നെ തുടങ്ങിയില്ലേ ഒതുക്കൽ. എല്ലായിടും കുറേ ഷീറ്റുകൾ ഇതുപോലെ കിടപ്പുണ്ട്. മോനൊരെണ്ണം, എനിക്ക് ഒരെണ്ണം. TV കാണുമ്പോൾ എല്ലാവരും മൂടി പൊതിച്ചിരുന്നാണ് കാണുന്നത്. പുറത്ത് ചൂടാണെങ്കിൽ അകത്ത് AC ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വയ്ക്കുകയാണ്. മടക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ വീണ്ടും നിവർന്ന് ആരാണോ കാണാൻ വന്നിരിക്കുന്നത് അവരെടുത്ത് നിവർത്തിക്കോളും. പക്ഷെ നമുക്ക് തൽക്കാല സമാധാനത്തിന് ഒരു മിന്നൽ ഒതുക്കലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയ തൂത്ത് തുടച്ചുള്ള ഒതുക്കലൊന്നുമല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ കുഴപ്പമില്ല, അത്രയും കാണുമ്പം തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ എന്നും തറ തുടക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ തുടയ്ക്കും എന്ന് കരുതി ഒത്തിരി നീണ്ടൊന്നും പോകത്തില്ല. എന്നാലും തുടക്കേണ്ടി വരും. കാരണം ഇവിടെ പൂച്ചകൾ അകത്തും കയറി കിടക്കാറുണ്ട്, പുറത്ത് ചൂടായുണ്ട്. അപ്പം പൂച്ചമുടിയൊക്കെ വരും. അപ്പം തുടക്കേണ്ടി വരും. പിന്നെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊക്കെ തൂക്കും, അത്രയൊക്കെ ഉള്ളൂ എന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് റൂമിൻ്റെ വിശേഷം. ഇനി നമുക്ക് നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നുണ്ടോ, ഒരു കുന്നു തുണി മടക്കാനുണ്ട്.
ആകെ മടി പിടിച്ച ഒരാളാണ് ഈ തുണി മടക്കാനായിട്ട്. ഇതിപ്പോൾ 2-3 പ്രാവശ്യത്തെ ലോണ്ടറി കുന്നുകൂടി ഇരിക്കുവാണ്. അപ്പോൾ അത് ഏതാണ്ട് അത്രയും ആകുമ്പോഴാണ് ഞാൻ മടക്കാൻ തുടങ്ങുന്നത്. അപ്പം മടിയൻ മര ചുമക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാം മടക്കി മടക്കി വെക്കുവാണ്. എൻ്റെ സെപ്പറേറ്റ്, മോൻ്റെ സെപ്പറേറ്റ്, ഹസ്ബൻഡ് സെപ്പറേറ്റാണ് ഞാൻ മടക്കി വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ 3 ഇതായിട്ട് തരം തിരിച്ച് വെക്കും. അപ്പോൾ എളുപ്പമാണല്ലോ. എന്നിട്ട് അവരവർക്ക് ഏൽപ്പിക്കും, അവരെടുത്ത് അലമാരയിൽ വെച്ചോളും. പിന്നെ മടക്കുന്ന ഒരു വൃത്തികെട്ട ജോലിയാണ്. ചില സമയത്ത് നല്ല വൃത്തിക്ക് മടക്കും, ചില സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മടക്കി വയ്ക്കും. അങ്ങനെ മടക്കൽ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ബ്ലൂ ബാഗ് നിങ്ങൾ കണ്ടു, അതെല്ലാം അണ്ടർ ഗാർമെൻറ്റ്സാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിലിടും. പിന്നെ ഞാൻ മുകളിൽ വെക്കാൻ പോകുമ്പം അത് അവിടെ ചെന്നിട്ട് തരം തിരിച്ച് വെക്കാറാണ് പതിവ്. തൽക്കാലം എല്ലാം ഒരുമിച്ച് അതിലാണ് ഇടാറ്. പിന്നെ ഈ ബാസ്ക്കറ്റ് ഉണ്ട് ഐക്കിന്ന് മേടിച്ച്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഒരറ്റത്ത് ഹസ്ബൻഡ്, നടുക്ക് മോൻ്റെത്, എൻ്റെ പിന്നെ ഈ അറ്റത്ത്. ഇതിങ്ങനെ ഒരുവിധം ഫിറ്റായി കയറിക്കൊള്ളും എല്ലാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നല്ലോണം കൊള്ളും ഇതിനകത്ത്. ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിനെടുത്ത് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുന്നു ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ സ്റ്റെപ്പിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആരാണോ മുകളിലത്തെ നിലയോട്ട് കയറി പോകുന്നത് ആളങ്ങ് എടുക്കാൻ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെക്കുന്നത്, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യുവാണ്. സമയം എന്താ 11 കഴിഞ്ഞു. 11 മണിക്കാണ് ചോറിടേണ്ട സമയം. അപ്പം കറക്റ്റ് ആവത്തുള്ളൂ. അത് ആവിയൊക്കെ പോയി അങ്ങനെയൊക്കെ. പിന്നെയാണ് ആലോചിച്ച് ഞാൻ റൂമിൽ എയർ ഫ്രഷ്നർ അടിച്ചില്ല. അതും കൂടെ അടിച്ചാലൊരു സുഖമുള്ളൂ, ഒരു സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെയൊക്കെ സ്മെല്ലാവത്തില്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഞാൻ എയർ ഫ്രഷ്നർ അടിക്കും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു. ചോറിടാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ ചോറും കറികളൊക്കെ വെക്കണം. ഓൾറെഡി 11 മണി കഴിഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ അത് ഇച്ചിരി ആവിയൊക്കെ പോയി വാർത്തൊക്കെ വരുമ്പോൾ കറക്റ്റ് ആവണമെങ്കിൽ അപ്പം തന്നെ ഇട്ടാലേ ശരിയാണ്. പിന്നെ ഞാൻ എടുത്ത് ചൂട് പോവാതിരിക്കാൻ മിൽട്ടണിലും വെക്കും കേട്ടോ. പിന്നെയാണ് ഞാൻ എന്തായി വന്ന് ഓൾറെഡി കഴുകി വെച്ച പാത്രങ്ങൾ നിറയെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അതാത് സ്ഥലങ്ങളിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കിനി അടുത്ത് കഴുകുന്ന പാത്രങ്ങൾ വെക്കണമല്ലോ. അപ്പം ആ ബാസ്ക്കറ്റിലാണ് ഞാനത് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടി അതൊക്കെ ഒതുക്കി ഇരുന്ന സ്ഥലങ്ങളിൽ വെക്കുവാണ്. പിന്നെ ആണ് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകുന്നത്, രാവിലെ കാപ്പി പിടിച്ച പാത്രങ്ങൾ. ഇത് കഴിഞ്ഞിട്ടേ ഞാനിനി അരി ഇടുന്നുള്ളൂ കേട്ടോ. എങ്കിലേ അരി ഇടാൻ തോന്നത്തുള്ളൂ. പാത്രം കഴുകുന്നത് ഒരിക്കലും തീരാത്തൊരു പണിയാണ്. എത്ര കഴുകിയാലും എവിടെ നിന്നാണെന്നറിയില്ല ഇത്രയും അധികം പാത്രങ്ങൾ. പിന്നെ വാങ്ങിക്കുന്നതും അത് ആലോചിച്ച് വാങ്ങിക്കണമായിരുന്നു. കാണുന്നതൊക്കെ വാങ്ങിച്ചും കൂട്ടും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇന്നിപ്പോൾ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ചോറ് വെക്കുന്നുണ്ട്. കുറേ നാളായി ഇച്ചിരി 2-3 കറികളൊക്കെ കൂട്ടി ചോറ് വെച്ചിട്ട്. അപ്പം ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് ചോറ് വെക്കണം, ബീട്രൂട്ട് ഇരിപ്പുണ്ട്, അപ്പം ബീട്രൂട്ട് തോരൻ വെക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ട് അതൊക്കെ കണ്ടോ. ഞാൻ ഈ കഴുകിയതെല്ലാം എടുത്ത് ആദ്യം ഇവിടെ വെക്കും. അപ്പം വെള്ളമൊക്കെ ഒരുവിധം പോവും. പിന്നെ ആ വെള്ളമൊക്കെ അങ്ങ് തുടയ്ക്കുവാണ്. പിന്നെ ആ വെള്ളം പോയി കഴിയുമ്പോൾ ആ ബാസ്ക്കറ്റ് എടുത്ത് അങ്ങോട്ട് വെക്കും. എങ്കിൽ ഈ സിങ്ക് ഒന്ന് ഇങ്ങനെ ശൂന്യമായി കണ്ടാലൊരു സമാധാനമുള്ളൂ. ഇനി നമുക്ക് ചോറൊക്കെ ഇടാം. അങ്ങനെ ചോറിന് വെള്ളം വെക്കുവാണ്. നമ്മളിപ്പോൾ അവിടെ മട്ടാരി എപ്പോഴും പറയാറുള്ളതല്ലേ. അപ്പം ഞാനിപ്പം 1.5-1.25 കപ്പോളം ഇടും കേട്ടോ. 1.25 കപ്പ്. അപ്പോൾ ആ കുക്കറിന് കറക്റ്റ് അതാണ്. അപ്പോൾ ഇതെനിക്ക് 2 ദിവസം എന്തായാലും സുഖമായിട്ട് ഓടും. ബാക്കി കുറച്ച് പൂച്ചയ്ക്കും കാണും. അങ്ങനെ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. അത് നിറയെ വെള്ളം എടുക്കും. നിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4. അതവിടെ ഇരുന്ന് വിസിലായി ഓഫ് ചെയ്ത് കേട്ടോ. ഒരു വിസിൽ കേട്ടപ്പോൾ ഓഫ് ചെയ്തു. പിന്നെ ഞാൻ മുകളിലത്തെ നിലയിൽ വന്നു. അതിന് ആവി പോകാൻ കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ഹസ്ബൻഡ് ഏതാണ്ട് ഈ ഷീറ്റൊക്കെ ഒരുവിധമൊക്കെ ആളിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും അതൊന്ന് നേരെ ഇടണം. പിന്നെ 2 ഷർട്ട് എടുത്ത് ഹാങ്ങറിൽ ഇടാനുണ്ടായിരുന്നു അലമാരയിൽ, അതിട്ടു. പിന്നെ ഇവിടെ ഒരു സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ച് ഒതുക്കി. വേറെ ഇവിടെ മെസ്സായിട്ട് അധികം ഒന്നുമില്ല. പിന്നെയാണ് ഇവിടെ പൗഡർ ഇടുന്നതിൻ്റെ അഭിഷേകമാണ് ഈ കാണുന്നത്. എൻ്റെ ദൈവം, ഈ ഡ്രസ്സിങ് ടേബിള് മൊത്തം പൗഡറാണ്. ഇത് എപ്പോഴും മറന്നു പോകും തുടയ്ക്കാൻ. അങ്ങനെ ഇപ്പോഴാണെന്ന് ശ്രദ്ധിച്ച് അതത്രയൊന്ന് തുടച്ച് വെച്ചു. കാര്യമില്ല, അടുത്ത രാവിലെ വീണ്ടും ആവും. എന്നാലിപ്പോൾ കാണുമ്പോൾ ഒരു സമാധാനം, അത്രയേ ഉള്ളൂ. കണ്ടോ തുടച്ചപ്പോൾ ഉള്ളൊരു വ്യത്യാസം. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ട് അടുത്ത റൂമിൽ പോയി, മോൻ കിടക്കുന്ന റൂമിൽ, അവിടെയും അവനങ്ങനെ ചെയ്യത്തൊന്നുമില്ല. എപ്പോഴേലുമൊക്കെ ചെയ്യത്തുള്ളൂ ഇങ്ങനെ നേരെ വിരിച്ചിടുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊന്ന് വിരിച്ചൊക്കെ ഇട്ടു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴെ പോയി ബാക്കി അടുക്കളയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങുവാണ്. അപ്പോൾ ചോറ് നമ്മുടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അത് വിസിൽ വന്ന് ആവിയൊക്കെ പോയി. പിന്നെ ഞാൻ അടുത്ത ബീട്രൂട്ട് തോരനുള്ള അരിയുവാണ്. പിന്നെന്താ ബീൻസും ക്യാരറ്റും നമ്മൾ മെഴുക്ക് വരട്ടാനാണ് പോകുന്നത്. പിന്നെ 2 കഷ്ണം പൊരിച്ച മീനുണ്ട്, രക്ഷപ്പെട്ടല്ലോ. പിന്നെ മീൻ വെക്കണ്ട. പിന്നെ നമ്മളൊരു പച്ചടി വെക്കുന്നുണ്ട് കേട്ടോ, വെള്ളരിക്ക പച്ചടി. ആ വെള്ളരിക്ക ഇനി ഇരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ പിന്നെ അതിനെ അങ്ങ് പച്ചടിയാക്കി. പിന്നെ ആ കണ്ടതിലേ പരിപ്പ് കറിയാണ്, ഓൾറെഡി വെച്ച പരിപ്പ് കറിയുണ്ട്. പരിപ്പ് കറി വേണമല്ലോ നമുക്കൊന്ന്.
അപ്പോൾ ഇന്ന് ലാവിഷാണ് സത്യം പറഞ്ഞ. പരിപ്പ് കറി, പച്ചടി, ബീട്രൂട്ട് തോരൻ, ബീൻസും ക്യാരറ്റും മെഴുക്ക് പുരട്ടി, എന്താ പാവയ്ക്കയും പൊരിച്ചു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടു. അങ്ങനെ പിന്നെ ചൂട് ചോറും കണ്ടല്ലോ. ഒരു സദ്യക്കുള്ള കാര്യങ്ങളുണ്ട്. ഇന്നിങ്ങനെ ലേവിഷായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കണ്ടോ ചോറ് ചൂട് പോകാതിരിക്കും ഞങ്ങൾ മിൽട്ടണിൽ വെക്കും. അപ്പോൾ എല്ലാവരും വരുമ്പം കറക്റ്റായിട്ട് ചൂടോടെ കഴിക്കാം. പിന്നെ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യുവാണ്. സ്ലാബിലൊക്കെ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം നനച്ച് തുടിയുണ്ട് നല്ല തുടച്ച്, ഒപ്പം മിക്സി ഒന്ന് ഓട്ടിച്ചങ്ങ് തുടയ്ക്കും കേട്ടോ. വലിയ ക്ലീനിങ്ങൊന്നും അല്ല, ഓരോന്ന് പൊക്കി എടുത്തൊന്നും തുടയ്ക്കത്തില്ല, ജസ്റ്റ് പുറമേ ഒന്ന് മിന്നൽ ക്ലീനിങ്. പിന്നെ ഇത് നമ്മുടെ കുക്കിംഗ് റേഞ്ച്. ഇന്നധികം പിന്നെ എണ്ണയൊന്നും തെറിച്ചിട്ടില്ല, അതുകൊണ്ട് തുടയ്ക്കുമ്പോൾ ഒരു സമാധാനം. എണ്ണയൊക്കെ തെറിച്ച് ഒട്ടിപ്പിടിച്ചാലുണ്ടല്ലോ എൻ്റെ ദൈവം, പിന്നെ എനിക്ക് തൊടാൻ പോലും തോന്നത്തില്ല. പിന്നെ അതങ്ങനെ ഇരിക്കും 2 ദിവസം മടി പിടിച്ച്. പിന്നെ അത് വീണ്ടും എണ്ണയായി, വീണ്ടും ഒട്ടിപ്പിടിച്ച്, പിന്നെ കുത്തി ഇളക്കി. ഇന്ന് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലായിടും ഒക്കെ തുടച്ച് കഴിയുമ്പോൾ അടുക്കള കാണുമ്പോഴൊരു സമാധാനം ഉണ്ടല്ലോ. അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ചില സമയത്ത് അപ്പോഴും തോന്നും വൃത്തിയാക്കി എല്ലാം ചെയ്യണം. ചില സമയത്ത് കുറേ കഴിഞ്ഞ് ഇതൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ നന്നായി ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ കഴിക്കണ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അതൊക്കെ വിട്ടുപോയി. പിന്നെ ഫുഡ് കണ്ടിട്ട് പിന്നെ അതെല്ലാം അങ്ങ് മറന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം. പിന്നെ അടുക്കള പിന്നെ ക്ലീനാക്കി. ഇതാണ് കേട്ടോ അടുക്കളയുടെ ഒരു ഫൈനൽ ലുക്ക്. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. അതൊക്കെ എടുത്ത് ആ ബാസ്ക്കറ്റിൽ വെച്ചു, അത് ഒതുക്കി. പിന്നെ കടല ഇരിപ്പുണ്ട് രാത്രിത്തേക്ക്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വൈകിട്ടത്തൊന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ഇനി അടുത്തൊരു വ്ളോഗിൽ പിന്നെ കാണാം.